നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്നായിരുന്നു ഈ അടുത്ത കാലം വരെ ഇടതുപക്ഷത്തിന്റെ അപ്പോസ്തലന്മാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നവർ മുന്നോട്ട് വെച്ചിരുന്ന ആപ്തവാക്യം. മനുഷ്യരിലേക്ക് പടരുന്നുണ്ട്, പക്ഷേ അത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ആകണമെന്ന് മാത്രം എന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷം. CPMന്റെ മെമ്പർഷിപ്പ് ഫോറത്തിലാണ് പച്ചയ്ക്ക് മതം ചോദിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. മുമ്പ് ഒളിഞ്ഞും തെളിഞ്ഞുമാണ് മതം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാം തുറന്നു തന്നെയാണ്. CPMന്റെ 2024 മെമ്പർഷിപ്പ് പുതുക്കാൻ ഫോമിലാണ് ന്യൂനപക്ഷമാണോ ബാധകമാണെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റ് മതന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് അടയാളപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ മുസ്ലിം, ക്രിസ്ത്യൻ എന്നിവ കൃത്യമായി പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ SC/ST വിഭാഗത്തെക്കുറിച്ചും ഫോമിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷ സമുദായത്തെക്കുറിച്ചോ മറ്റു വിഭാഗങ്ങളെക്കുറിച്ചോ ഫോറത്തിൽ എവിടെയും പരാമർശമില്ല. ഇതോടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രണ്ട് കാര്യങ്ങളാണ് ഇതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന. രണ്ട്, സമൂഹത്തിൽ കൃത്യമായ വിഭജനം ഉണ്ടാക്കുക. പ്രാഥമികമായി ഓരോ അംഗത്തിനും അംഗത്വം പുതുക്കി നൽകുന്ന ഫോമിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഒപ്പുവെക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായി മതം അടയാളപ്പെടുത്തിയ ഫോമാണ് ബ്രാഞ്ച് സെക്രട്ടറി ഒപ്പിട്ട് നൽകുന്നത്. മതേതരത്വം പറയുകയും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുമ്പോൾ ജാതിയും മതവും വേർതിരിച്ച് കാണുന്നതും പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ട്. CPM നേതൃത്വം ഇതേക്കുറിച്ച് പാർട്ടി വിശദീകരണം നൽകുന്നുമില്ല. ആരെയാണ് മെമ്പർഷിപ്പിലൂടെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നതാണ് ഈ മെമ്പർഷിപ്പ് ഫോം പുതുക്കൽ. മെമ്പർഷിപ്പ് ഫോമിലെ അനുബന്ധത്തിലാണ് മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ പുതുക്കാൻ വരുന്ന ആളുടെ മതപരമായ വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യം ചോദിച്ചിരിക്കുന്നത് ന്യൂനപക്ഷം ആണോ എന്നാണ്. രണ്ടാമത് ഏത് ന്യൂനപക്ഷമാണെന്നും ചോദിക്കുന്നുണ്ട്. ഭൂരിപക്ഷ സമുദായത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഏറ്റവും പരിഹാസ്യമായിരിക്കുന്നത് മെമ്പർഷിപ്പ് ഫോമിന് മുകളിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അഥവാ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എങ്ങനെ ജീവിക്കണം എന്ന ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്ന് വ്യക്തമാക്കി ഒപ്പിട്ട് നൽകുന്ന ഫോമിലാണ് കൃത്യമായി താങ്കൾ ന്യൂനപക്ഷമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയപ്രകാരം മനുഷ്യരെ രണ്ട് തരത്തിലാണ് നിർവചിച്ചിരിക്കുന്നത്, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും. ഇതിൽ എവിടെയാണ് ന്യൂനപക്ഷമുള്ളവനും ന്യൂനപക്ഷ ഇല്ലാത്തവനും എന്ന വർഗവിഭജനം വരുന്നതെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അതായത് ഭൂരിപക്ഷത്തിൽപ്പെടുന്ന ഇല്ലാത്തവൻ അഥവാ ദരിദ്രൻ ആണെങ്കിൽ നിങ്ങൾ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുക, ആദ്യം ഞങ്ങൾ ന്യൂനപക്ഷ ദരിദ്രന്റെ പ്രശ്നങ്ങൾ തീർക്കട്ടെ എന്ന് തന്നെയാണ് CPM പറയുന്നത്. ഇനി ന്യൂനപക്ഷക്കാരൻ സമ്പന്നനും ഭൂരിപക്ഷക്കാരൻ ദരിദ്രനുമാണെങ്കിൽ തന്നെ ന്യൂനപക്ഷക്കാരന് പ്രത്യേക പരിഗണന കൊടുക്കാൻ സിലക്റ്റീവ് കമ്മ്യൂണിസവും നമ്മൾ കാണുന്നതാണല്ലോ. ജോർജ് ഓർവെലിന്റെ വിഖ്യാതമായ വാചകം പോലെ എല്ലാവരും തുല്യരാണ്, പക്ഷെ ചിലർ കൂടുതൽ തുല്യരാണെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.